സുനന്ദേ, സുനന്ദേ. സുനന്ദേച്ചി, ഇതെന്തു പറ്റി? വൈകിയല്ലോ ഒരുപാട്. കയ്യിലുള്ള ടിക്കറ്റ് തീർത്തേ നിർത്തുന്നു പറഞ്ഞ് ഞങ്ങൾ ഒറ്റ ഇറക്കം അങ്ങ് ഇറങ്ങി. പക്ഷേ സംഗതി എന്തായാലും ടിക്കറ്റ് ഒക്കെ തീർത്തു സുനന്ദേച്ചി. ഇപ്പൊ എന്താന്നറിയില്ല സുനന്ദേ, പണ്ടൊക്കെ കുറച്ച് ടിക്കറ്റ് വാങ്ങി കയ്യിൽ വെച്ചാ അത് ചെലവാകില്ല എന്നുള്ള ടെൻഷനാ. ഇപ്പൊ അതില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ പെടുന്ന പാടൊക്കെ ശ്രീനിവാസ് സാറിന് വേണ്ടി ആയതുകൊണ്ട്. അത്രയും നല്ലൊരു ലക്ഷ്യമാവുമ്പോ എന്തെങ്കിലും തളർച്ച തോന്നൂ. സുനന്ദേച്ചി പറഞ്ഞത് സത്യ. അല്ല, അമ്മയുടെ ഇന്നുച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല മോളെ. ഞാൻ കുറെ നിർബന്ധിച്ചു. ക്ഷീണമൊന്നും പറഞ്ഞ് കേറി കിടന്നതാ സന്ധ്യയായപ്പോ. ഞാനിന്ന് പോയി ഒന്ന് നോക്കട്ടെ. സുനന്ദേ, തങ്കത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ ടെൻഷൻ ഉണ്ടാകാതിരിക്കൂ. പനിയുണ്ടോ? ഇല്ല. നിന്നോട് ആരാ പറഞ്ഞേ ഇപ്പൊ വന്നെന്റെ പനി നോക്കാൻ? അമ്മ നേരത്തെ കയറി കിടന്നു, ക്ഷീണാണെന്നൊക്കെ സുനന്ദേച്ചി പറഞ്ഞു. മനുഷ്യരായ ഇടയ്ക്കൊക്കെ ക്ഷീണം തോന്നില്ലേ? അതിപ്പോ നിനക്കും തോന്നില്ലേ? ഞാനിപ്പോ ഒന്ന് തൊട്ടു നോക്കിയതുകൊണ്ട് എന്താ കുഴപ്പം? ഒന്നും ഇല്ലെന്നറിഞ്ഞ അത്രയും സമാധാനായില്ലേ എനിക്ക്? എന്നാലേ ശരിക്കും എനിക്കൊന്നുമില്ല. ഇനി എന്താ, ഭക്ഷണം കഴിക്കണോ? അതും ആവാ. അപ്പൊ ഉച്ചയ്ക്ക് കഴിക്കാതിരുന്നത് ഞാൻ കൂടെ ഇല്ലാതിരുന്നോണ്ടാ? വേണ്ടായിരുന്നു. അല്ലെങ്കിൽ സുനന്ദയുടെ കൂട്ടത്തിരുന്ന് ഞാൻ കഴിക്കാറുള്ളതല്ലേ. ഒരു ദിവസം ഒരു നേരം കഴിച്ചില്ലാന്ന് വെച്ച് അതേ പിടിച്ച് ഒരുപാട് സംസാരിക്കാൻ നിക്കല്ലേ. അലിഞ്ഞു തിരിഞ്ഞ് നടന്നതല്ലേ. പോയി കുളിച്ചിട്ട് വാ. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കാം. അപ്പം നിനക്ക് നോക്കാലോ ഞാൻ എന്തൊക്കെ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു എന്നൊക്കെ. ഒരു നേരം പട്ടിണി കിടന്നാലോ സംസാരം നല്ല ഉഷാറാ. അല്ലാണ്ട് പറ്റുമോ? ഇല്ലെങ്കിൽ നീ എന്നെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയില്ലേ? എന്നിട്ട് ആ ഡോക്ടർമാര് മനുഷ്യന് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ അങ്ങ് പറയും. അപ്പൊ ഡോക്ടർമാരെ പേടിയുണ്ട്. ഇനി അവരെയായിട്ട് എന്തിനാ പേടിക്കാതിരിക്കുന്നേ? ബാക്കി എല്ലാവരെയും പേടിക്കുന്നില്ലേ? അതെ, ഞങ്ങൾക്കിന്ന് നല്ല കച്ചവടം നടന്നു. ഞാനും ദുബായ് മാമനൊക്കെ അതിന്റെ ഒരു സന്തോഷത്തിലാ. ഞാനേ വേഗം കുളിച്ചിട്ട് വരാം. ദൈവമേ, ഇടയിൽ ഒത്തിരി നാള് ഒരു നല്ല ജീവിതം കാണിച്ച് കൊതിപ്പിച്ചിട്ട് വീണ്ടും പഴയതുപോലെ ആക്കി കളഞ്ഞല്ലോ എന്റെ മോളെ. ആരാ സിനി? ഞാൻ നോക്കാം.